നമ്മുടെ നാട്ടിലുണ്ടാക്കുന്നതാണോ? ഏത് ടയറ്? ഈ ടയറ് അല്ലല്ലോ. പിന്നെ ഇതെങ്ങനെ ഇവിടെ എത്തി? ലോജിസ്റ്റിക്സ് എന്ന് വച്ചാ ആദ്യത്തെ സ്റ്റെപ്പ് സോഴ്സിംഗ് ഓഫ് റോ മെറ്റീരിയൽസ്. അതായത് നമ്മള് ജോണെങ്കിൽ രാവിലെ എണീറ്റ് റബ്ബർ ടാപ്പിംഗ് ചെയ്യൂലേ, ആ പാല് ഉറയൊഴിച്ച് ഷീറ്റാക്കി ഉണക്കി ഷോപ്പിൽ കൊടുക്കും. എന്നിട്ടത് ഫാക്ടറിയിലെത്തും. നെക്സ്റ്റ് സ്റ്റെപ്പ് 2 പ്രോസസിംഗ് ഓഫ് റബ്ബർ ലാക്ടെക്സ്. ഫാക്ടറികളിലെ തൊഴിലാളികൾ ലാക്ടസ് ക്ലീൻ ആക്കി ഷീറ്റുകളാക്കി മാനുഫാക്ചർ ചെയ്യാനായി കൊടുക്കും. ഇനി സ്റ്റെപ്പ് 3 പ്രൊഡക്ഷൻ ഓഫ് ടയർ കമ്പോണൻസ്. ഈ ടയറിൽ റബ്ബർ മാത്രമാണോ ഉള്ളത്? അല്ല, സൈഡ് വാൾ ഉണ്ട്, ഇന്നർ ലൈനിങ് ഉണ്ട്, ത്രെഡ് ഉണ്ട്. ഇതിന്റെ എല്ലാം ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് നോക്കി വെവ്വേറെയായി നിർമ്മിക്കുന്നു. സ്റ്റെപ്പ് 4 അസംബ്ലി ഓഫ് ടയർ കമ്പോണൻസ്. അങ്ങനെ എല്ലാ കമ്പോണൻസും കൃത്യമായി ചേർത്ത് ടയർ നിർമ്മിക്കുന്നു. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് പാക്കേജിംഗ് ആൻഡ് ഡെലിവറി. കൃത്യമായ പാക്കേജിങ്ങും ലേബലിംഗും ഒക്കെ കഴിഞ്ഞ് ടയേഴ്സ് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നു. അങ്ങനെയാണ് ഇത് നമ്മുടെ കയ്യിലെത്തിയത്. ഇതൊക്കെ ചേച്ചിക്ക് എങ്ങനെ അറിയാം? പഠിച്ചിട്ട്. ക്ലാസ്സിൽ പോകുമ്പോഴേ ശ്രദ്ധിച്ചിരിക്കണം, മനസ്സിലായോ? ചേച്ചിയൊക്കെ അങ്ങനെ Learn from us, GIMS Institute of Logistics.